ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അഫ്സൽ അലൈൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ടൈം വേണം. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ പിന്നീട് മാറ്റി വെക്കുക. എന്നിട്ട് ഒഴിവുണ്ടാകുമ്പോൾ ഇത് കാണുക. കാരണം ഓരോ വേർഡ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഓരോ കാര്യങ്ങളും. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ ഇതുപോലുള്ളതായിരിക്കും. നമുക്ക് അവിടുത്തെ കറൻറ്റ് സിറ്റുവേഷനും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, യൂറോപ്പ് ഇപ്പോൾ പൊതുവെ മാർക്കറ്റ് ഇടിഞ്ഞ് കിടക്കുകയാണ്. ജോബ് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പകുതി ആൾക്കാരും ചെയ്യുന്നത് യൂറോപ്പിന് വിട്ട് ഏഷ്യൻ കൺട്രീസാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. പകുതിയും അല്ലെങ്കിൽ ശങ്കൻ അല്ലാത്ത കൺട്രികളാണ് കൂടുതലും കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ടും അവർ തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അവർ നമ്മളോട് അല്ലെങ്കിൽ ലാറ്റ്വിയ, ലിത്വാനിയ, സ്ലൊവേനിയ എന്ന് പറഞ്ഞിട്ടായിരിക്കും പൈസ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മേടിക്കുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും. അവരത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കൺട്രി പറയും, പിന്നെ അത് വേറെ ഏതെങ്കിലും കൺട്രി പറയും. അപ്പോഴേക്കും കൂടുതൽ പൈസ മേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കൺട്രിയിലോട്ടായിരിക്കും. അതല്ലെങ്കിൽ വല്ല വിസിറ്റ് വിസ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനാണ് ഒരു ഏജൻസി യൂറോപ്പിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇല്ലെന്നല്ല പറയുന്നത്, ഒരുപാട് നല്ല വിസകൾ കിട്ടി പോകുന്നതും ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ഇവരൊക്കെ സിറ്റുവേഷൻ എപ്പോഴാണ് ചേഞ്ച് ആവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഒരു ഏജൻസി പറഞ്ഞു താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കത് പറഞ്ഞു തരാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഒന്ന് ഇതാണ്. കാരണം ഓരോ വ്യക്തികളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങളൊരു ഏജൻസിയിലോട്ട് നിങ്ങൾ പൈസ കൊടുത്തു. ആ ഏജൻസി ഇപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ വരും മാസങ്ങളിൽ ഇതുപോലൊരു 100-150 ആളായിത്തന്നെ മേടിച്ച് ഇവരത് വേറൊരാൾക്ക് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഇവരെ ബാധിക്കും. അങ്ങനെ വരുന്ന കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടായിരിക്കും നിങ്ങളത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കൂടുതൽ കടത്തിലേക്ക് നിങ്ങൾ പോകും. അതായത് ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല, പക്ഷേ കടം വാങ്ങി നിങ്ങൾ ഒരുപാട് പൈസയും വാങ്ങിയിട്ട് ഒരു ഏജൻസിക്ക് കൊടുത്ത് അതിൽ നിങ്ങൾ ലോക്കായി കഴിഞ്ഞാൽ, നിങ്ങൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, നമുക്ക് വിത്തൗട്ട് അഡ്വാൻസ് ഒക്കെ ഉള്ള ആരെങ്കിലും തരികയാണെങ്കിൽ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട്, അതും എൻ്റെ ഗ്യാരണ്ടിയിൽ മാത്രം. അല്ലാതെ എനിക്കും ഭയമാണ്. കാരണം നമ്മൾ എമൗണ്ട് നിങ്ങളെ തന്നെ ഒരു 10,000 രൂപ വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു. നിങ്ങളത് നാളെ വിളിച്ചുകൊണ്ടിരിക്കും. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്തില്ലെങ്കിൽ സീനായിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏജൻസികളുടെ ഒരു ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പൈസ മേടിക്കുമ്പോൾ ഇന്ന മാതിരിയാണ്, ഈ കൺട്രിയാണെന്നൊക്കെ പറയും. പക്ഷേ ആ കൺട്രിയിലോട്ടൊന്നും ആവില്ല പോകുന്നത്. എന്നാൽ കറക്റ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കാരണം, കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവരെ പോലും നമുക്ക് വേറൊരു കണ്ണിലൂടെ കാണേണ്ടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ആരാണ് നല്ലത്, ആരാണ് ഫ്രോഡെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, കുറേ ആൾക്കാർ പൈസ മേടിച്ചിട്ട് പിന്നെ ലോക്കാക്കിയിട്ടുണ്ട്, ഒരുപാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. നമ്മൾ ചെയ്യുന്നത് പക്കാ ജെന്യുവിനായിട്ട് നമുക്ക് തോന്നുന്നത് മാത്രമാണ്. എന്നാൽ നമുക്കും തെറ്റ് പറ്റും. ഇപ്പം ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ റീഫണ്ട് ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞൊരു ടൈമിൽ അത് നടക്കാത്തതുകൊണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് റീഫണ്ട് കൊടുത്തു. ഞാൻ 3 മാസമാണ് പറഞ്ഞത്. ഞാൻ 3 മാസമായിട്ടും അവർ ഒരു റെസ്പോണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ പൈസ മേടിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പിന്നീട് നമ്മളത് എത്രത്തോളം നീട്ടുന്നു അത്രത്തോളം അവർ ചെയ്യുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സെറ്റാക്കി തരികയോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പണി പാളും. അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുത്തു, അത് മേടിച്ചിട്ട്. കാരണം 3 മാസത്തോളമായിട്ട് 6 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നിന്നില്ല. കാരണം 6 മാസം വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെയാണെങ്കിൽ പിന്നെ ഇവർ ഈ ഫണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുക. അവർ ചിലപ്പോൾ പലിശക്ക് എടുത്തായിരിക്കും ചെയ്തിരിക്കുക. അപ്പോൾ അവർക്ക് വീണ്ടും കടാവുകയാണ്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടും, പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ ആവില്ല ചിലപ്പോൾ നമ്മൾ കൊടുത്ത ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ അവരിതുപോലെ വല്ല കടത്തിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഒരു ഏജൻസി എന്ന് പറയുന്ന യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. പിന്നെ യൂറോപ്പിൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, യൂറോപ്പിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ടാക്സി ഡ്രൈവറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ
പിന്നെ പല ജോലിയായിട്ട് ക്ലീനർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ കട്ടിങ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല കൺട്രിയിലോട്ടും കയറി പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ജോലിക്ക് നമ്മൾ പോളണ്ടിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രിയിലോട്ട് എല്ലാ കൺട്രിയിലോട്ടും പോയിട്ടുണ്ട്. അതൊക്കെ ഓരോ സീസണാണ്. ഓരോ രാജ്യത്തിനും ഓരോ ടൈമുണ്ട്. ഇപ്പോൾ പോളണ്ടിൻ്റെ ടൈം ഉണ്ടായിരുന്നു. അത് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും സ്ലോവാക്യ, സ്ലൊവേനിയ എന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതൊക്കെ ലോക്കാവും. ലാസ്റ്റ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കിട്ടാതെ ലോക്കാവുകയാണ് ചെയ്യല്. കറണ്ട് സിറ്റുവേഷനിൽ അൺസ്കിൽഡ് വിസയ്ക്ക് നമുക്ക് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണിപ്പോൾ ശരിക്കും ഉള്ളത്. സ്കിൽഡ് വിസകൾക്കാണുള്ളത്. ഈ ട്രക്ക് ഡ്രൈവർ അങ്ങനത്തെയൊക്കെ വിസകൾക്ക് പെട്ടെന്ന് അടിക്കുന്നുണ്ട്. ഒരുപാട് കൺട്രിയിൽ അത് കിട്ടുന്നുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് വേണം. നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രം ഇനി അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ സ്കില്ലില്ലാത്ത ജോലികളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനത്തേനൊന്നും ഇപ്പോൾ കൊടുക്കാൻ നിൽക്കണ്ട. ഏത് കൺട്രിയാണെങ്കിൽ ആ കൺട്രിയെക്കുറിച്ച് ഒന്ന് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ആ രാജ്യത്തോട്ട് എങ്ങനെയാണ് പോകാൻ നല്ലത് എന്നൊക്കെയുള്ള നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ പിന്നെ ഏജൻസികൾ വെറുതെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഈ വിസ ഉണ്ട്, ആ വിസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേപോലെ ലക്സംബർഗൊക്കെ ഒരു ട്രെൻഡിങ്ങിൽ വന്നൊരു കൺട്രിയാണ്. ലക്സംബർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുബായ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ലക്സംബർഗൊക്കെ നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്രയും കൂടുതൽ വേക്കൻസി കൊണ്ട് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അവിടെ അത്രയൊന്നും ഇല്ല. നമുക്ക് വെബ്സൈറ്റ് വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കുറച്ച് വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 1000 വേക്കൻസി അങ്ങനെയൊന്നും ലക്സംബർഗിലില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ദുബായിലെ ഫുൾ ഏജൻസികളും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയർലൻഡാണ്. അയർലൻഡിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലക്സംബർഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക. അവിടെയൊക്കെ ചെറിയ പൈസ കാണുമ്പോഴാണ് വീഴുന്നത്. കാരണം ഒരിക്കലും വർക്ക് പെർമിറ്റ് കിട്ടാതെ അല്ലെങ്കിൽ പോവാത്ത വിസകളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചെറിയ എമൗണ്ട് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. വർക്ക് പെർമിറ്റിന് ഒരു പൈസ ഉണ്ടാകും. ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ്, പിന്നെ ഒരു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ദുബായിലെ ഏജൻസിയിലോട്ട് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് നാട്ടിലൊന്നും കൊണ്ട്. ദുബായിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഓക്കെ. നിങ്ങൾ ദുബായിൽ നിന്നാണ്ട് നിങ്ങൾ പിന്നെ കൊടുത്തോളിയും. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് ദുബായിലെ ഏജൻസിയിൽ അപ്ലൈ ചെയ്യരുത്. ഒരു മലയാളിയായിട്ട് മാത്രമേ നിങ്ങൾ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ആ ആൾ ആ ജോലിയിലെങ്ങാനും മാറി വേറെ ജോലിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയായിട്ടുള്ള കോൺടാക്റ്റ് നിങ്ങൾക്ക് ഇല്ലാതായിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതാണിപ്പോൾ ദുബായിയുടെയൊക്കെ ഏജൻസിയിൽ കൊടുക്കുമ്പോഴുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ആർക്കൊക്കെ പോകാമെന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു 40-50 രൂപ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ യൂറോപ്പിൽ പോകണമെന്നില്ല. കാരണം അത്രയും എമൗണ്ട് കിട്ടുന്ന ഒരാൾക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് അവരെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ സാലറികൾക്കൊക്കെ പണിയെടുക്കുന്ന 20 ആ ഒരു റേഞ്ചിലൊക്കെ പണിയെടുക്കുന്നവർക്ക് ഒരു 50 രൂപയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അവിടെ പോയാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ദുബായിലുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്, എങ്ങനെയും ഒന്ന് യൂറോപ്പിലെത്തണം, ഇതെൻ്റെ ഗോളാണെന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ ലക്ഷ്യമാണ്, അവിടെ പോകണം, അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ദുബായ് ആൻഡ് യൂറോപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂറോപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടി ബെറ്റർ ദുബായ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ നാടുമായിട്ടൊക്കെ ഒരു അറ്റാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോരാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബെറ്റർ സാലറി ഉണ്ടെങ്കിലാണ് പറയുന്നത് കേട്ടോ. പല ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്, 1.5 ലക്ഷം രൂപ ഉള്ള ആൾ വരാറുണ്ട്. എന്നിട്ട് അവൻ അവിടെ നല്ല ജോലിയിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ജോലി നമുക്ക് യൂറോപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും. യൂറോപ്പിൽ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺസ്കിൽഡോ അല്ലെങ്കിൽ വല്ല സ്കിൽഡ് ആയിട്ടുള്ളതായിരിക്കും. അത് 12 അല്ലെങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ജോലിയായിരിക്കും. അതിന് മണിക്കൂറിലായിരിക്കും സാലറി. അതിന് നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, അതല്ലാതെ വരരുത്. കാരണം എന്ന് പറയുന്നത് പിന്നെ യൂറോപ്പിൻ്റെ പല രാജ്യത്തുമുള്ള ജോലികൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ജോലികളല്ല, കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിനെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ജോലി നോക്കേണ്ടി വരും. ദുബായ് ഒന്നും കൂടുതൽ അങ്ങനെയല്ല. നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി പുതുക്കി തരും. നാട്ടിൽ പോരുകയാണെങ്കിൽ നമുക്ക് അവർ ടിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 1 മന്ത് സാലറി ഒന്നും വേണ്ട, നാട്ടിൽ പോകാൻ ലീവ് ഉണ്ടാവും. ഇത് പോളണ്ടിൽ അല്ലെങ്കിൽ വേറെയുള്ള കൺട്രികളിലൊക്കെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ ജോലി നമുക്ക് കിട്ടിക്കോന്നില്ല, വേറെ ജോലിയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഒരു 70,000 രൂപ ദുബായിലുണ്ടെങ്കിൽ അവരും ഇതുപോലെ അൺസ്കിൽഡ് വിസ, അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു വിസ, പിന്നെ ചിലപ്പോൾ സ്കിൽഡ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല ഫാക്ടറി വെയർ ഹൗസ് ഇങ്ങനത്തെ ജോബിലേക്കൊന്നും വരണ്ട എന്നാണ് അഭിപ്രായം.
കാരണം ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ഇങ്ങനത്തെ എന്ന് പറയാൻ കാരണം വർക്ക് നമ്മൾ നോർമൽ വർക്കുകളല്ല, ഓഫീസ് വർക്കുകളല്ല. അവിടെയൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ പറയുന്നത് വെയർഹൗസ് പോലത്തെ വർക്കുകളാണ്. എല്ലാം ടെമ്പററിയാണ്. അല്ലാതെ നമുക്ക് അവരെപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യുക. മെഷീനുകളുണ്ടാവും. ആ മെഷീനോടായിരിക്കും നമ്മൾ പൊരുതേണ്ടി വരിക. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസുകളുണ്ട്. പിന്നെ ഒരു ജോലി നമുക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കണ്ടുപിടിക്കാൻ പല രാജ്യത്തും നല്ല കഷ്ടപ്പാടാണ്. ഇപ്പോൾ പോളണ്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഒന്നിന് പോയി കഴിഞ്ഞാൽ ഒന്നിലേക്ക് പോകാമായിരുന്നു. ഒരു മാസത്തിൽ 4ഉം 5ഉം ജോലിയൊക്കെ മാറിയാലും കുഴപ്പമുണ്ടായില്ല. അതും സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഇന്ത്യൻസിനെ എടുക്കാതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോൾ അവിടുത്തെ. ദുബായിന് നല്ല സാലറി ഉള്ളവരൊന്നും ഒരു 70, 80 ഉള്ളവരൊന്നും വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് അവിടെ പോയാലും നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ദുബായ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും അടുത്തടുത്തുണ്ടാവും. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഉള്ളൊരു സ്ഥലമാണ് ദുബായ്. അതുപോലെ എമിറേറ്റ്സ് ഒക്കെ. പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകും പിന്നെ യൂറോപ്പൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ വരാമെന്നുള്ളതിൽ വേറെ ഒന്നാണ്, നിങ്ങൾക്കൊരു 20-25 വയസ്സിൻ്റെ അടിയിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസാണ് ഏറ്റവും നല്ലത്. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും സ്റ്റഡീസാണെങ്കിൽ. മറ്റേത് നടക്കില്ല. നിങ്ങൾക്ക് 26 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാക്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ജോലി ചെയ്ത് നല്ലൊരു ജോലിയിലോട്ട് പോകാൻ പറ്റും. കാരണം 26 വയസ്സിൻ്റെ താഴെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഇനിയിപ്പോൾ ടാക്സ് ഇല്ലാത്തത് മാത്രമല്ല, ഇനിയിപ്പോൾ 26 വയസ്സിൻ്റെ മുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൽ നിങ്ങളെത്തി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നല്ലൊരു ജോലി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് മാറാൻ പറ്റും. നമുക്ക് ആ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലിയിലോട്ട് പോകാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഓഫീസ് ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് കൂടുതൽ കാലമൊന്നും ഈ വെയർഹൗസ് പോലത്തെ ജോലിയിൽ ഇവിടെ യൂറോപ്പിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ അവിടുത്തെ ആ ക്ലൈമറ്റും നമ്മളെ ബോഡി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കാം. ഈ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുള്ളത് എനിക്കെത്ര ചിലവായി, ഞാൻ എങ്ങനെയാണ് പിന്നെ പോയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് 1,48,000, 50,000 ആ ഒരു റേഞ്ച് തന്നെ എനിക്ക് ചിലവായിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് ചിലവായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ പൈസ കൊടുത്തിട്ട്, അതായത് ഒരു ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല ആ പൈസക്ക്. അതിന് നിങ്ങൾ തീരുമാനിക്കുക തന്നെ വേണം. ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പോകാനും പറ്റുള്ളൂ ചെറിയൊരു എമൗണ്ടിന്. ഇപ്പോൾ കഴിഞ്ഞ വീക്ക്, ഇപ്പോൾ ഞാനിതാ ഈ ഒരു വീക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ്, ഇന്നിപ്പോൾ ഡേറ്റ് ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 9 ബെൽജിയത്തോട്ട് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്തു. നമ്മളൊരു സ്ഥലം ഒരു വെബ്സൈറ്റ് പറഞ്ഞു, ആ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്തു. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു. പുള്ളിക്ക് ജോലി കിട്ടി. 25,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അത് അവർ റീഫണ്ട് ചെയ്യും. അപ്പോൾ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് പോകാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏജൻസീനെ ഇപ്പോൾ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചിലതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ജെന്യുവനായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ചില വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഒരു അൺസ്കിൽഡ് അല്ല, ഒരു സെമി സ്കിൽഡ് ആയിട്ടുള്ളത്, നമുക്കൊരു സ്കിൽഡ് വേണം. പക്ഷേ നമുക്ക് സ്കിൽഡ് ഇല്ലെങ്കിലും എടുക്കുന്ന കുറേ ജോബുകളുണ്ട്. അങ്ങനത്തെ വേക്കൻസി വരാറുണ്ട്. അങ്ങനെ വേക്കൻസി വരുമ്പോൾ ആ ചില ഏജൻസികൾ പൈസ ചോദിക്കുന്നുണ്ട്. അവർ വർക്ക് പെർമിറ്റ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പോളണ്ടിലേക്കൊക്കെ അങ്ങനെയുള്ള ഏജൻസികൾ ഒരുപാടുണ്ട്. നമ്മൾ വെബ്സൈറ്റ് വഴി പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ഒരുപാട് കമ്പനികളുണ്ടാവും. ഇരുന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വെയർഹൗസിലേക്കായിരിക്കും, അതല്ലെങ്കിൽ വല്ല മെഷീൻ ഓപ്പറേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ജോബുകളുണ്ട്. അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തേലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരിക്കലും നമുക്ക് ബാക്കിയുള്ള പിന്നെ വിസ പ്രോസസ്സ് ചെയ്തു തരാനോ അല്ലെങ്കിൽ വിസ ഡോക്യുമെൻറ്റ്സ് സബ്മിഷനൊന്നും നമുക്ക് ചെയ്തു തരുമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ പയ്യൻ പോയത് എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ തന്നെ, അതായത് കമ്പനി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെയൊന്നും നമുക്ക് ചെയ്തു തരില്ല. അവർ വർക്ക് പെർമിറ്റിന് പൈസ മേടിക്കും, എന്നിട്ട് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു ഒരു 40,000 50,000 ഒക്കെ കൊടുത്തിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇന്ന ഏജൻസി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 30,000. ഇതൊന്നും ഞാൻ എൻ്റെ ഇതിൽ പറയല്ല, നിങ്ങളെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ. ഇനി അവിടെ വല്ല പൈസയും പോയിട്ട് ഈ വെബ്സൈറ്റ് വഴി പറഞ്ഞിട്ടാണെന്ന് പറയരുത്. പൈസ കൊടുക്കുന്നതൊക്കെ സ്വന്തം റിസ്ക്. പൈസയുടെ കാര്യം നമ്മൾ ബാക്കിയുള്ളത് മാത്രമേ, പൈസ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയുള്ളൂ. കാരണം നാളെ എനിക്കൊരു പ്രോബ്ലം വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇപ്പം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റുകൾ, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇനി നമ്മൾ വരും വീഡിയോസിൽ ഞാൻ കുറച്ച് വെബ്സൈറ്റുകൾ പറഞ്ഞുതരാം. ഓരോ രാജ്യത്തിൻ്റെയും ഏതെല്ലാം വിസകൾ അവൈലബിൾ ആണ്, ആ വിസയിലോട്ട് എങ്ങനെ പോവാം, അതേപോലെ തന്നെ ആ രാജ്യത്തോട്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ, ഇതൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോസുകളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസുകൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ആ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോബുകൾ ഉണ്ടാവും. അത് റെഫർ ചെയ്ത് നിങ്ങളതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതല്ലാതെ അപ്ലൈ ചെയ്ത് ടൈം വേസ്റ്റാണ്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യണം. നോർമലായിട്ടുള്ളൊരു CV ക്രിയേറ്റ് ചെയ്തെങ്ങാണ്ട്, അതല്ലെങ്കിൽ പിന്നെ ഒരു CV അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവർക്കും അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ടൈലർ മെയ്ഡ് ആയിരിക്കണം. ഏതാണോ നമുക്ക് പോസ്റ്റ് ഉള്ളത്, ആ പോസ്റ്റിലേക്ക് നിങ്ങൾ പറ്റിയ CV കൊടുക്കുക. ഒരു കവർ ലെറ്ററും സെറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഇപ്പോൾ പോളണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പോളണ്ട് നമുക്ക് ലക്കി ഡ്രോണ് 50-50 ചാൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കുത്തിരുന്നുങ്ങാണ്ട് നിങ്ങൾ പോളണ്ടിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങളൊരു വർക്ക് പെർമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെറിയ പൈസക്ക് നിങ്ങൾക്ക് പോളണ്ട് എത്താൻ പറ്റും. നിങ്ങൾ എല്ലാ കമ്പനിയിലും കയറിയങ്ങാണ്ട് അപ്ലൈ ചെയ്യണം. നല്ല CVയും അതുപോലെ തന്നെ കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് എല്ലാ കമ്പനിയിലും കയറുക. ആ കമ്പനിയിലുള്ള വെബ്സൈറ്റിൽ പോയി കൊടുക്കുക. ആ കമ്പനി വെബ്സൈറ്റ് ഉണ്ടാവും, അതിലോട്ട് മെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പോലത്തെ വെബ്സൈറ്റുകൾ ഉണ്ടാവും, അതിൽ ഓപ്പൺ ആവാൻ നോക്കിയിട്ട് അതിൽ കൊടുക്കുക. അങ്ങനെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളെ പ്രൊഫൈൽ കാണാതെ ഇരിക്കില്ല. അങ്ങനെ കണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നല്ല കുറച്ച് CVയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുക്കുക. ഏതാണ് പോസ്റ്റുള്ളത് ആ പോസ്റ്റിന് അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയ, ഇപ്പം ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹാഫാണ് ചാൻസ് ലക്കി ഡ്രോണ് വരുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് പോകാം. അങ്ങനെ കിട്ടുന്നുമുണ്ട്. പല ഏജൻസികളും അങ്ങനെയാണ് ചെയ്യുന്നതും. കാരണം സ്ലോട്ട് കിട്ടാനില്ല. ഇനി സ്ലോട്ട് എടുക്കുന്ന ടൈം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റോ അല്ലെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും, ഞാൻ പകുതി മുക്കാൽ എൻ്റെ ടൈം, എൻ്റെ ബിസിനസ് ടൈം ഇപ്പോൾ വരെ ഈ ഓരോ കോൾ വരുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഓരോ ടൈമിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ വരുന്നത് വരെ എൻ്റെ ബിസിനസ്സിൻ്റെ കോളുകളാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റീപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ പകുതി മെസ്സേജിന് റീപ്ലൈ കിട്ടാത്ത, പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ടൈമുണ്ട്. നമുക്ക് എത്രത്തോളം ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിൽക്കാൻ പറ്റും, അതിനൊരു ലിമിറ്റില്ലേ. അപ്പോൾ മാക്സിമം ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി ആൾക്കാരും ചിലപ്പോൾ വലിയ വോയിസ് നോട്ടുകൾ അയക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കാരണം അത് കേൾക്കേണ്ടി വരും. എന്നിട്ട് ഞാനൊരു വോയിസ് നോട്ട് കൊടുക്കും. അതിന് അയാൾ റീപ്ലൈ വരുമ്പോഴേക്കും 1 വീക്ക് വരും. അപ്പോഴേക്കും ഇയാളെ മെസ്സേജ് അടിയിൽ പോയിട്ടുണ്ടാവും. അതെന്തെങ്കിലും ഞാൻ കാണാൻ പറ്റുകയാണെങ്കിൽ മുമ്പ് എന്തേ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് വീണ്ടും കേൾക്കണം. അങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് വരുന്നുണ്ട് നമുക്കും നമ്മളെ ടൈമിനും വാല്യൂ ഉണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യലുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ. കുറേ ആൾക്കാർ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് തെറി പറഞ്ഞു പോകലുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മിനി ചാറ്റ് വഴിയോ അങ്ങനെയൊന്നുമല്ല ചെയ്യല്. ഞാൻ മാനുവലായിട്ട് ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് ചിലപ്പോൾ വിളിക്കും. 20 മിനിറ്റ് 30 മിനിറ്റ് വിളിച്ചിട്ടാണ് സംസാരിക്കല്. എനിക്കൊന്നും അതിന് കിട്ടലില്ല. ഞാൻ ഒന്നും വാങ്ങിക്കലുമില്ല. നമ്മളെ ടൈമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യലുള്ളൂ. അപ്പോൾ മെസ്സേജിന് റീപ്ലൈ കിട്ടാത്തത് എൻ്റെ പ്രശ്നമല്ല, നിങ്ങളെ പ്രശ്നമല്ല. നമുക്ക് ടൈം വളരെ കുറവാണ്. അതിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെസ്സേജ് അയക്കുന്നവരോട് എനിക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടാവില്ല അവിടെ. ഈ മെസ്സേജ് മാത്രം ഉണ്ടാകുക. നമ്മളതിന് എന്താ ഡൗട്ട് എന്ന് ചോദിക്കും. ഓനത് കണ്ട് റിപ്ലൈ വരുമ്പോഴേക്കും ചിലപ്പോൾ 1 വീക്ക് കഴിയും. അപ്പോഴേക്കും മറ്റേ മെസ്സേജിൻ്റെ കൂടെ ഇത് പോകും. ചിലപ്പോൾ അവന് അർജൻറ്റായിരിക്കും. അപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിൽ ഹലോ, എന്താണ് റീസൺ, എന്താണ് നിങ്ങൾക്കുള്ള ഡൗട്ട്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അത് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന് ആ ഒരു ഒറ്റ മെസ്സേജിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. ഇതൊരു ഹായ് ഇടും.
ആ ഹായിലൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ഹായ് ഇട്ട് പോയി പിന്നെ അവൻ ഹായ് വരുമ്പോഴേക്കും ടൈം എടുക്കും. പിന്നെ കുറേ ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്. വെറുതെ അങ്ങ് ഹായ് വിടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളതിന് മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞാലും പിന്നെ അവർ നോക്കൂല. അങ്ങനത്തെ ഉള്ളതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ അതിനും ഇവർ അയച്ചിട്ടുണ്ടാവും. കമൻറ്റിൽ അയച്ചിട്ടുണ്ടാവും. പിന്നെ ഡീറ്റെയിൽസിനൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടാവും. നമ്മൾ അവനെ തപ്പിപ്പിടിച്ചിട്ട് അവൻ്റെ മെസ്സേജ് നോക്കി ആ മെസ്സേജിലേക്ക് നമ്മൾ ഈ ഡീറ്റെയിൽസ് അയക്കാൻ ചെല്ലുമ്പോൾ മുമ്പ് ഡീറ്റെയിൽസ് കൊടുത്തതോ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടായിരിക്കും രണ്ടാമത്തെ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെയും നമ്മളെ ടൈമുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, പരിഭവമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് എത്തുന്നില്ല. അത്യാവശ്യക്കാരുണ്ടാവും, അവന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കരുത്. കാരണം ഒരു കമ്പനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു 10 30 ആൾക്കാർ വരികയാണെങ്കിൽ ആ കമ്പനിയിലെ ആൾക്കാരിന് ദേഷ്യം വരും. അപ്പോൾ പൊതുവേ അവർ പിന്നെ നോക്കൂല. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ മാത്രം കാണുമ്പോൾ അവർ പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടുന്നവന് കിട്ടിക്കോട്ടെ, നമ്മളെന്തിനാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഏറ്റവും നല്ലത് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറാം. എല്ലാ കൺട്രിയിലും കയറിക്കോളും. എല്ലാ കൺട്രിയിലും കയറിയിട്ട് കൊടുക്കുക. കൊടുത്തിട്ട് നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്ലോട്ട് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും അറിയില്ലെങ്കിൽ, എനിക്ക് സ്ലോട്ട് ചില കൺട്രികളിലേക്ക് കിട്ടാറുണ്ട്. VFS അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് കിട്ടാറുണ്ട്, പൈസ കൊടുത്തിട്ടാണ്, പ്രത്യേകം പറയാം. അല്ലാതെ ഇപ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷനാണ്, ഓരോയിടത്തും നമുക്ക് പൈസ കൊടുക്കാതെ സ്ലോട്ട് കിട്ടില്ല. ജർമ്മനിയിലേക്കേ കിട്ടുന്നുള്ളൂ. അതും ഇപ്പോൾ പൈസക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും ജർമ്മനിയുടെ കിട്ടുന്നുണ്ട്, അത് റാഹത്ത്. മറ്റേത് അതും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വല്ല കമൻറ്റിലൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് എന്ന രീതിയിൽ ഞാൻ ആളെ സെറ്റ് ചെയ്ത് തരുകയുള്ളൂ ചെയ്യാം. ഫണ്ട് ഞാൻ കൊടുക്കില്ല, ഫണ്ട് എൻ്റെ അടുത്ത് തരും ചെയ്യരുത്. ഞാൻ ഒരാളെ പറഞ്ഞുതരും, ഇന്ന ആളെടുത്ത് പോയാൽ അയാൾ നമുക്ക് എടുത്തു തരലുണ്ട്, നിങ്ങൾക്കും എടുത്തു തരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നല്ലൊരു വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് സ്ലോട്ട് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടാവും. അത് ഓരോ ടൈമാണ്, ചിലപ്പോൾ കിട്ടലില്ല, പിന്നെ ചിലപ്പോൾ കിട്ടും, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്തവർക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അതേപോലെ വിസയും കിട്ടിയെന്ന് വരില്ല. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു 22, 23, 22, 20 വയസ്സൊക്കെ ആയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ, ബിസിനസ് വിസ ഒക്കെ വെക്കുന്നത്. ഇതൊന്നും വെക്കരുത്, കിട്ടൂല. അതും വെക്കുന്നത് നോർവേ അങ്ങനത്തെ കൺട്രിയിലാണ് വെക്കുന്നത്. ഈ കൺട്രികളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൺട്രികളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മളൊരാൾ വെക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് എന്തിനാണ് ചെല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ പാസ്പോർട്ട് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പായിരിക്കും. അവന് വേറെ ഹിസ്റ്ററീസ് ഉണ്ടാവില്ല, ട്രാവൽ ചെയ്ത ഹിസ്റ്ററീസ് ഒന്നുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്നൊരു നോർവേ പോലത്തെ അല്ലെങ്കിൽ അയർലൻഡ് പോലെ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലെയൊക്കെയുള്ളൊരു കൺട്രിയിലോട്ട് വെക്കുമ്പോൾ എന്തായാലും അവൻ്റെ പ്രൊഫൈൽ അവർ തള്ളും, റിജക്ഷൻ ആയിരിക്കും. ആ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടു. പിന്നെ അടുത്ത് നമ്മൾ കൊടുക്കുമ്പോഴും സിസ്സിൽ അത് കാണിക്കും. അത് പിന്നെ നമുക്ക് വീണ്ടും റിജക്ഷൻ വരും. ആ റീസണൊക്കെ പറഞ്ഞിട്ട് റിജക്ഷൻ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും കൊടുക്കരുത്. കാരണം ഏജൻസി എന്ന് പറയുന്നത് പല ആൾക്കാരും ഇപ്പോൾ വിസിറ്റ് വിസ കൊടുക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ടൂറിസ്റ്റ് വിസ കൊടുക്കുകയാണെങ്കിലും ഇവർക്ക് പേപ്പർ വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പൈസയുണ്ട്. അത് പകുതി ആൾക്കാരും വാങ്ങുന്നുണ്ട് ഒരു ചെറിയ എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് കിട്ടിയാൽ മതി. ഒരു 100 ആൾക്ക് കിട്ടിയാൽ തന്നെ അവരെ ഓഫീസും ബാക്കിയുള്ള ചിലവുകളൊക്കെ ആ വഴിക്ക് പോകും. അപ്പോൾ അങ്ങനത്തേനൊന്നും ആരും കൊടുക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ റേറ്റിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഇങ്ങനെ വെബ്സൈറ്റ് ത്രൂ ആണ് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയൊരു, പൈസ ഇല്ലാതെയും ചെറിയ റേറ്റിൽ പോകാനൊക്കെ പറ്റുന്നൊരു ഇത്. നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ഇരുന്ന് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് കൊത്തും. ആ കൊത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ ഞാനൊക്കെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് സ്ലോട്ട് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ സ്ലോട്ട് വാങ്ങിയാണ്ട് പോകാൻ പറ്റും. അതല്ലാതെ നമ്മളൊരു തേർഡ് പാർട്ടീനെ, നമ്മളൊരു ഏജൻസീനെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാവും. ഇവിടെ എല്ലാം ബിസിനസ്സാണ്. വർക്ക് പെർമിറ്റ് ബിസിനസ്സാണ്. വർക്ക് പെർമിറ്റിന് നമുക്ക് പല പൈസ വാങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഒരു എമൗണ്ട് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്ര തരേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരതിന് പൈസ മേടിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ സ്ലോട്ടിന് പൈസ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് ഇവരെ എമൗണ്ടും വരുമ്പോഴേക്കും നല്ല പൈസ വരും. ഇപ്പം നമ്മളൊക്കെ പിന്നെ 4.5 ഒക്കെ പറഞ്ഞതിന് ഒരു വിസ ഞാൻ 7 രൂപക്ക് വന്ന ആൾക്കാരെ എനിക്കറിയായിരുന്നു. നമ്മൾ ഈ 4.5 എന്ന് പറയുമ്പോൾ തന്നെ
നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോകുന്നതും സംസാരിക്കലാണ് മെയിൻ. നമുക്ക് പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ എമൗണ്ട് എന്നറിയും. അതിപ്പോൾ ഇല്ലേനോട്ടില്ലേ, ഓരോ ടൈമാണത്. ഇത്രയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോവും. പിന്നെ നമ്മൾ അവരെ വിളിച്ചിങ്ങാണ്ട് കൺവിൻസ് ചെയ്യാനൊന്നും നിൽക്കുകയില്ല. ഇൻട്രസ്റ്റ് ആണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ നുണ പറയും. അവിടെ അങ്ങനെ കിട്ടും, അവിടെ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുങ്ങാണ്ട് കൊടുന്നിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ ആളില്ലായിട്ട് വന്ന് പെട്ട ആൾക്കാരുണ്ടായിരുന്നു. റൂമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. റൂം എടുത്തു കൊടുത്തിട്ട് എങ്ങനെയാണ് ഇത് അറിയില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. റൂം അങ്ങ് എടുത്തു കൊടുത്തിക്കണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജോലിയില്ലാതെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ പിന്നെ നമുക്ക് കാണുന്നതാണ്. നമ്മൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞല്ലോ, ആരും പെർഫെക്റ്റായിട്ട് ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യത്തിലും മാനിപ്പുലേഷൻ ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാലറി 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു 70 ആക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 70 ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ 80 കിട്ടിയില്ലല്ലോ എന്നുള്ള പേടിയുണ്ട്. 80 എന്ന് പറഞ്ഞാൽ 80 തന്നെ കിട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കാണിക്കും. 3 മാസം വിസ എന്ന് പറയുമ്പോൾ 6 മാസം പറയും. നമുക്കറിയാം 3 മാസം കൊണ്ട് കിട്ടൂല എന്നുള്ളത്. അങ്ങനെയാണ് ഈ കൂട്ടിയൊക്കെ പറയാറുണ്ട്. ബാക്കിയുള്ളവരെ 2 മാസം കൊണ്ട് പിന്നെ കിട്ടും, 3 മാസം കൊണ്ട് കയറും എന്നൊക്കെ പറയും. കയറുന്നുണ്ട്, ചില വിസകളൊക്കെ കയറിയിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയില്ല. പക്ഷെ എന്നാലും ഒരു ടൈം പീരീഡ് ഇടുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ അവിടുത്തെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഒന്ന് പിഴച്ച് കഴിഞ്ഞാൽ ഒക്കെ പണി പാളും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കയറുക എന്നുള്ള ഉദ്ദേശത്തിൽ നടന്നിട്ട് ആരെങ്കിലും നിങ്ങളെ സംസാരിച്ച് കൺവിൻസ് ചെയ്തെടുക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. ഇന്നിവിടെ ഒരു കൺട്രിയിലോട്ട് നിങ്ങൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ആ കൺട്രിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. ഏത് ഇതിൽ പോയിട്ടും അന്വേഷിക്കാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിലുണ്ട് ആൾക്കാർ, അതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒക്കെ നമുക്ക് ഏത് വിസകളാണെന്നൊക്കെ ഉള്ള മൊത്തം നോക്കാനുള്ള ഒരു സെറ്റപ്പ് ഇന്നുണ്ട്. ഞാനൊക്കെ 2014 കൊടുക്കുന്ന ടൈമിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഒരാൾ പോലും ഉണ്ടായില്ല. ഞാനൊക്കെ പത്തനംതിട്ടയൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, നേരിട്ട് പോയിട്ട് അന്വേഷിക്കുക. എന്നിട്ടും നമുക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടില്ല. എന്നിട്ടും പറ്റിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറ്റിക്കപ്പെടും, അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പറ്റിക്കപ്പെടും. പക്ഷേ ഉണ്ടല്ലോ, ചില നേരത്ത് നമ്മൾ പറ്റിക്കപ്പെടുകയെന്ന് അറിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവരതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയും വരാം. കാരണം ചില ഏജൻസികളും ചില വ്യക്തികൾ അങ്ങനെയാണ്, നന്നായിട്ട് കൺവിൻസ് ചെയ്യും നമ്മളിങ്ങനെ പറഞ്ഞ് ഇതങ്ങനെയാണ് അതിങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം അവർ നമ്മളെ പറ്റിക്കുക എന്നുള്ളത്. അപ്പോഴും നമ്മൾ അത് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേ ഫണ്ട് പെട്ടിട്ടുണ്ടാവും. അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് കേൾക്കുകയായിരിക്കും. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഫണ്ട് തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസുകൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കുക. നമുക്ക് ഇന്ന ആൾ ജെന്യുവിനാണ് എന്ന് പറയാൻ പറ്റില്ല. ഫണ്ട് ആരെയും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഗ്രിമെൻ്റ് ഇട്ടോ. 50,000 കൊടുക്കുന്നുണ്ടെങ്കിൽ 50,000 എഗ്രിമെൻ്റ് ഇടുക. അങ്ങനെയൊക്കെ ചെയ്തു. എന്നാലും നമുക്കൊരു ഉറപ്പ് ചെറുതുണ്ടാവും. മറ്റേത് ഒരു ഉറപ്പില്ലാതെ കൊടുക്കരുത്, അത് ആരെന്നെ ആയാലും കൊടുക്കരുത്. പിന്നെ ഇതാണ് മെയിനായിട്ട്, നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് പോകണമെങ്കിൽ നല്ല വെബ്സൈറ്റുകൾ വരും വീഡിയോസുകളിൽ ഉണ്ടാവും. ഓരോ രാജ്യത്തിനും ഓരോ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിലൊക്കെ കയറുക, എന്നിട്ട് നോക്കുക. ഈ ചെറിയ അൺസ്കിൽഡ് നോക്കരുത്. സ്കിൽഡ് ഒരുപാട് വിസകളുണ്ടാവും. ആ സ്കിൽഡുകൾ ഏതെങ്കിലുമൊക്കെ സ്കിൽഡുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കിൽസ് ഉണ്ടെന്ന്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്കിൽസ്, ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് വേക്കൻസികളുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ അക്കൗണ്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രൊഫൈൽ, അക്കൗണ്ടിനൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അതിനൊക്കെ കിട്ടൂല. മെയിനായിട്ടെന്ന് പറയുന്നത് സ്കിൽസ് തന്നെയാണ്. സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പെയിൻറ്റർ ആണെങ്കിലും ഓക്കെയാണ്, നിങ്ങൾക്ക് കിട്ടും. പ്ലംബർ, പെയിൻറ്റർ, കാർപ്പൻറ്റർ, ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ കിട്ടാത്ത കുറേ ജോലികളുമുണ്ട്. കാരണം യൂറോപ്യൻസിന് വേണ്ടത് അവരെടുക്കുന്ന ഒരു ജോലിക്കും ആളെ വേണ്ട. അവർ എന്ത് പണിയാണ് എടുക്കുന്നത്, അവരെല്ലാ പണിയും എടുക്കുന്നുണ്ട്. ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് ഡോക്ടേഴ്സാണെന്ന് വിചാരിച്ചോളൂ. ഡോക്ടേഴ്സ് അവിടെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്, അവർക്ക് എപ്പോഴും ഷോർട്ട് ഉണ്ടാകുക നഴ്സുമാരായിരിക്കും. അപ്പോൾ അവർ നഴ്സുമാരെയാണ് എടുക്കുന്നത്. ഇത്ര വിചാരിച്ചാൽ മതി. പണ്ട് നമ്മൾ ഭായിമാരെ ഇറക്കിയില്ലേ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഒരു
പിന്നെ കോൺക്രീറ്റിൻ്റെ പണിയാണെങ്കിൽ നല്ല പണിയൊക്കെ, അതായത് അതിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാനും ഒക്കെ മലയാളീസ് ആയിരിക്കും. സിമെൻ്റ് ഏറ്റാൻ വേണ്ടിയിട്ട് ഭായിമാരെ എടുക്കുന്ന കേട്ടിട്ടുള്ളത്. അതേ സിറ്റുവേഷൻ, പക്ഷേ ഇത് സിമെൻ്റ് ഏറ്റലല്ല എന്ന് മാത്രം. അവർക്ക് അവിടെ എന്തിനാണോ ആളെ കിട്ടാത്ത ഷോർട്ടേജ്, അതിലേക്കായിരിക്കും ആളെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഏജൻസിനെ മാത്രം അപ്രോച്ച് ചെയ്യുക. പൈസ കൊടുക്കുമ്പോൾ ഒക്കെ നോക്കി മാത്രം കൊടുക്കുക. 2 മാസം 3 മാസം എന്നൊക്കെ പറയുന്നവരോട് കറക്റ്റായിട്ട് ചോദിക്കുക. പിന്നെ മുമ്പ് ആരെങ്കിലുമൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഇതിനൊരു റെഫറൻസ് എടുക്കുക. പിന്നെ ഒരു രാജ്യത്തോട്ട് നിങ്ങൾ കയറി പോകുമ്പോൾ ആ രാജ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. അവിടുത്തെ കമ്പനി എങ്ങനെയുണ്ടെന്ന് നോക്കുക. പല കമ്പനികളും പോയി കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏജൻസീനെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്ക് വേണ്ടത് പക്ക പണിയെടുക്കുന്നവരെയാണ്. അതായത് ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു മെഷീനറീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുക്കുന്നവരാണ്. പക്ഷേ യൂറോപ്യൻസ് അങ്ങനെയാണ്, അങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ത്യൻസ് നമ്മൾ ഈ ഫിസിക്കും വെച്ചെങ്ങാണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് മുട്ടി നിൽക്കണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പണിക്കാർ വരുമ്പോൾ അവരത് ഒഴിവാക്കും. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവർ മാത്രം അങ്ങനത്തെ ജോലികൾക്കൊക്കെ പോയാൽ, ഇപ്പോൾ ഈ സീറ്റ് മാനുഫാക്ചറിങ് ഒക്കെ സ്കിൽസാണ് കേട്ടോ, അത് സ്കിൽഡ് തന്നെയാണ്. പക്ഷേ അൺസ്കിൽഡ് കാറ്റഗറിയിലാണ് അതൊക്കെ കയറി പോകുന്നത്. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഇപ്പോൾ കാറിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ സീറ്റും അതും ഇതൊക്കെ ആയിട്ട് കുറേ ജോലികളുണ്ട്. അതെല്ലാം സ്കിൽഡ് കാറ്റഗറികളാണ്. അതിലെല്ലാം ഓരോന്നും സ്കിൽഡ് ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ അതിലൊക്കെ നല്ല സാലറി നല്ല ജോബൊക്കെ ഉണ്ട്. പക്ഷേ ചില കമ്പനികൾ പിന്നെ എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ നോക്കുക. ഇന്ന കമ്പനിയിൽ പണി കൂടുതലാണിട്ട് നിൽക്കിയത്, പണി എടുക്കേണ്ടി വരും. യൂറോപ്പിൽ എവിടെ പോയാലും പണി എടുക്കേണ്ടി വരും. മണിക്കൂറിന് പൈസ തരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് പണി എടുപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വരും വീഡിയോസുകളിൽ നല്ല വെബ്സൈറ്റുകളും ഓരോ രാജ്യത്തെക്കുറിച്ചിട്ടും പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം വരുന്നത് നമ്മൾ യൂട്യൂബിലായിരിക്കും. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ.